ഹായ് മക്കളെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് LDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിലബസ് അനാലിസിസും അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം എങ്ങനെയാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോസോ കോണ്ടൻസേഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല www.challengerup.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ അഡ്രസ് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ കാത്തിരുന്നില്ലേ, കുറേ നാളായിട്ട് ഇപ്പൊ വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്തായാലും ഫൈനലി ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് എത്തി. അപ്പൊ എത്തിക്കഴിഞ്ഞപ്പം അടുത്ത ഏറ്റവും വലിയൊരു നമുക്ക് ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്നറിയാവോ? ഈ സിലബസ് ഒക്കെ പഠിച്ചു തീർക്കാൻ പറ്റും, ഇത് തന്നെയാണോ കറക്റ്റ് ആയിട്ടുള്ള സിലബസ്? പല ഉദ്യോഗാർത്ഥികളുടെയും ഡൗട്ടാണ്. മക്കളെ, ഈ ഒരു സിലബസ് ട്രാവൻകൂർ LTCയുടെ സിലബസ് ആണ്. ഇപ്പൊ ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ ഏകദേശം എക്സാമിന്റെ സിലബസ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. കാരണം KDRBയുടെ കോമൺ സൈറ്റ് വഴിയാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഈ സിലബസിലെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, മേ ബി വെയിറ്റേജിൽ മാറാം. പക്ഷെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കോ കമ്പ്യൂട്ടറോ അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതൊന്നും മാറില്ല. ബാക്കി GK പരമായിട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോടെ ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും സിലബസ് ഒന്നും കൂടി ഒന്ന് മാറ്റി ഇടും. അത് ഈ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ മന്ത് അവസാനമല്ലേ, ഇത് കഴിയുമ്പോഴായിരിക്കും ആ സിലബസ് വരുന്നത്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന് കുറെ നമുക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിളിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കുറച്ച് നമ്മുടെ PSC പോലെ, PSC എല്ലാ എക്സാമുകൾക്കൊന്നും ഇല്ല, ചില എക്സാമുകൾക്ക് പ്രിലിംസും മെയിൻസ് 2 ഘട്ടങ്ങളുണ്ട് ഇല്ലേ? പക്ഷെ ഇവിടെ ഇതില്ല, ഒരൊറ്റ ഘട്ട എക്സാം മാത്രം. പിന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടോ എക്സാം എന്നാണെന്ന് ചോദിച്ചോ ഒന്നും ഇതുവരെ അങ്ങനെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നില്ല. ഇടയ്ക്ക് ഒരു വാച്ചറിന്റെ റിസൾട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്തൊക്കെയോ അവിടെ ചെറിയ ഇഷ്യൂസ് വന്നുകൊണ്ട്. ബാക്കി ഏതൊരു എക്സാം ദേവസ്വത്തിന് എടുത്താലും നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 3 മന്തിനുള്ളിൽ തന്നെ എക്സാം ഒക്കെ നടത്തി പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റും വരും. അങ്ങനെയാണെങ്കിൽ നന്നായി പഠിച്ചാൽ ഈ വർഷം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റും. 36 ഒഴിവുകളാ പറയുന്നത്. ഒഴിവുകൾ കുറവാന്ന് വിചാരിക്കണം, നമുക്ക് ഒരു ഒഴിവ് മതി. കാരണം നമുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിലും ആഗ്രഹം ഉണ്ടോ നമുക്ക് അവിടെ കയറാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്തില് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 മാർക്കാണ് പറയുന്നത്. ഇതിപ്പോ തൽക്കാലം നിങ്ങൾ ഈ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇവിടെ വെക്കുക. ദെൻ മാത്സ് ഫുള്ള് അങ്ങ് പഠിക്കുക. മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി, അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10 മാർക്ക്. ഏത് വന്നാലും 10ൽ ഒരു 8 മാർക്ക് നേടത്തക്ക രീതിയിൽ തന്നെ പഠിക്കണം. ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളം, അങ്ങനെ. ഇത് ഈ 30 മാർക്ക് ക്ലിയർ ആക്കുക. ടെമ്പിൾ അഫയേഴ്സ് 15 മാർക്കാണ്, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മളിപ്പോ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ നിങ്ങൾ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകുന്നവരാണെങ്കിൽ ഇതിലെ കുറേയധികം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷേത്ര പുരാണങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഉള്ള, അതൊക്കെ നമ്മൾ പഠിച്ചാൽ മതി. അതല്ലാതെ ഫുൾ അങ്ങോട്ട് നമ്മൾ ഇതിനായിട്ട് കാണാപ്പാഠം പഠിക്കണം. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ല രസമായിട്ട് തന്നെ പഠിച്ചു മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് ക്ലിയർ ആക്കാം, മാത്സ് പഠിക്കാം, മലയാളം പഠിക്കാം, ദെൻ കമ്പ്യൂട്ടർ എന്തായാലും ഉണ്ടാവും. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഡൗട്ട് തന്നെയായിരുന്നു ഇത് ഏറ്റവും വലുതായിട്ട്. അതായത് വേറൊന്നുമല്ല, ഈ നമുക്ക് DC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. DC ഒന്നും വേണ്ട, കമ്പ്യൂട്ടർ നോളജ് മതിയെങ്കിൽ പോലും കമ്പ്യൂട്ടറിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആ ഒരു സിലബസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഞങ്ങൾ ഒരുപാട് ജോലിയുടെ ഒരുപാട് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പം റൂം ബോയ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പം ചില വർക്കുകൾ, അതായത് ക്ലീനിങ്ങിന്റെ ഒക്കെ വരുമ്പോൾ ചിലപ്പം നിങ്ങൾ അയക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. രാത്രിയിലൊക്കെ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കാണും. പിന്നെ ചിലവർക്ക് ഈ ജോലി അത്ര മോശമാണ് അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം വാഷ്റൂം ക്ലീനിങ് ഒക്കെയാണ് പറയുന്നത്, ആ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തവര് ഒന്ന് ആലോചിച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ പേയ്മെന്റും കൊടുത്തു, എക്സാം എഴുതി, നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മളത് കളയാനാണെങ്കിൽ വേണ്ട. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ആ ഒരു ജോലിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ക്ലീനിങ് ഒക്കെ, സാനിറ്റൈസേഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വാഷ്റൂം ക്ലീനിങ് ഒക്കെയാണ്, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി വരും. ലേഡീസിനൊക്കെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. LDC ഒക്കെ ആയിട്ട് പോയാലോ.
വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ തന്നെ. അപ്പൊ ഇതെല്ലാത്തിന്റെയും പോസിബിലിറ്റിയും കൂടെ മനസ്സിലാക്കുക. സെയിം ടൈം ജോലി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗുരുവായൂർ ആ ദേവസ്വം ബോർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെയായിരിക്കും ജോലി. പിന്നെ എക്സാം സെന്റർ ഭയങ്കര ഡൗട്ടാണ് എല്ലാവർക്കും. മോസ്റ്റ്ലി നോർത്ത് സൈഡുകളിൽ മാത്രമേ എക്സാം സെന്റർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊടുക്കാറുള്ളൂ. അതായത് തൃശ്ശൂര്, കൊച്ചി വരെ കണ്ടിട്ടുള്ളൂ. ഇനി ആപ്ലിക്കൻസ് ഇൻ കേസ് കൂടുതലാണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങോട്ടും കൂടെ എക്സ്പെക്ട് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. ഇത് കുറെ വീഡിയോസിന്റെ ഒക്കെ താഴെയുള്ള കമന്റ്സുകളാണ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഇന്ന് മുതൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഇത് ഈ ഒരു ഏപ്രിൽ മാസം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ അപ്ലൈ ചെയ്യാനുള്ള കഴിഞ്ഞു. മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസം. ഓഗസ്റ്റ് ആദ്യം എനിക്ക് എക്സാം ആണ്. മെയ്, ജൂൺ, ജൂലൈ ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ എന്തായാലും ഞാൻ ഈ 3 മാസം പഠിക്കും. മക്കളെ ഒരൊറ്റ എക്സാം അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്. അപ്പൊ ഞാനിത് പഠിച്ച് എന്തായാലും ഞാൻ ആദ്യ റാങ്കുകൾ, നിങ്ങളൊരു ആദ്യത്തെ ഒരു 10 റാങ്കിൽ എത്തിക്കോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അതിനകത്തില്ല എനിക്ക് കിട്ടില്ല എന്നൊരു വിശ്വാസം വേണ്ട. ആദ്യത്തെ 10 റാങ്കിൽ ഞാനുണ്ട് എന്ന രീതിയിൽ ഈ 3 ടോപ്പിക്കുകൾ ആദ്യം ക്ലിയർ ചെയ്യുക. മാത്സ് ഫുള്ള് പഠിക്കണം. ഇംഗ്ലീഷും ഇതൊക്കെ തന്നെ വരത്തുള്ളൂ. പുതിയ പുതിയ വൊക്കാബുലറികൾ പഠിക്കുക, മലയാളം പഠിക്കുക. അങ്ങനെ എക്സാമിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. പിന്നെ ഇത് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് കുറവുണ്ട്. എന്ന് വെച്ച് വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു കോമ്പറ്റീഷൻ ലെവലും കുറവായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്, കാരണം ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കഴിഞ്ഞ ട്രാവൻകൂറിൽ അപ്ലൈ ചെയ്ത പല ഉദ്യോഗാർത്ഥികൾക്കും ഏജിന്റെ പ്രശ്നം വന്ന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആവണമെന്നില്ല, നാളെ നമുക്ക് പലതും മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ഈ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിലാണ്, ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അവസരത്തില് ഏറ്റവും നല്ലത് തന്നെ അതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിന്റെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ ദേവസ്വം ബോർഡിലൊക്കെ ജോലി കിട്ടിയ ഈ ക്ഷേത്രങ്ങളും ഒക്കെ കുറച്ചൊക്കെ ദൈവഭക്തിയൊക്കെ ഉള്ളവർക്കൊക്കെയാണ് കുറച്ചും കൂടെ നല്ല രസമായിരിക്കും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ജോബൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറച്ച് ദൈവികമായ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ നല്ല ഒരു ഇതിൽ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ജോലി തന്നെയാണ് ദേവസ്വം ബോർഡ് LDC ആണെങ്കിലും. അതേപോലെ റൂം ബോയും ഒക്കെ നല്ല നല്ല ജോലികളൊക്കെ തന്നെയാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ചില ജോലികൾക്കൊക്കെ ഈ പറഞ്ഞ വിട്ട് നൈറ്റ് ഡ്യൂട്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ ഒരു മോശം എന്ന് തോന്നും. അതൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് 7th. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത ലൈവ്, സെയിം ടൈം റെക്കോർഡഡ് ആണ്. അത് മാത്രമല്ല എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു 1 month മുമ്പ് നമ്മൾ അറിയും. അപ്പൊ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു 3 monthിനുള്ളിൽ എക്സാം, ജൂലൈ ഓഗസ്റ്റോടെ എക്സാം. അപ്പൊ ജൂൺ മിഡ് മുതൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് മെഗാ മാരത്തോൺ സെഷൻസ് നമ്മൾ വെക്കുന്നുണ്ട് റാങ്ക് മേക്കിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും എക്സാം ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് പ്രത്യേക ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ്, മെന്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ 3 month നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ കോഴ്സ് www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കോഴ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ ഈ ഡിസ്ക്രിപ്ഷൻ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ഇട്ടാലും മതി. അപ്പൊ www.challengerup.in ഇതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതാ രണ്ടാമത് കിടപ്പുണ്ട് ദേവസ്വം LDC. സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി നോട്ട്സ്, എക്സാംസ്, ക്വിസ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ കൊടുക്കുക. ഇവിടെ കൂപ്പൺ കോഡ് കിടപ്പുണ്ട് സജിത 1999. അത് അപ്ലൈ ചെയ്യുമ്പം 1999 രൂപ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് ഫീ വരുന്നുള്ളൂ. ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെന്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനാണ്. അപ്പൊ ഈ 3 മാസം നല്ല പഠനത്തിൻ്റെതാക്കുക, ഉഷാറാക്കുക. നമുക്ക് ഈ ദേവസ്വം ബോർഡ് LDC നമുക്ക് നേടാം എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.